ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസിനും ബ്ലൂ പിഗ്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി മണ്ഡല കോസ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും സുബിസ് ആർട്ട് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സേഫ്റ്റിയെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ള, അതുകൊണ്ട് നിർബന്ധമായും ഗ്ലൗസും മാസ്കും ധരിക്കുക. ഇനി ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെ പരിചയപ്പെടുത്താം. ഫ്ലെയിം ടോർച്ച് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഗൺ, മൈക്ക പൗഡർ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹാറ്റ്സൺസിൻ്റെ ബ്ലൂ പേൾ പിഗ്മെൻ്റ് ആണ്. ഒരു മെറ്റാലിക് ഗോൾഡ് മാർക്കർ പെൻ. ഇത് ഡെക്കോ കളറിൻ്റെ ഓയിൽ ബേസ്ഡ് പ്രീമിയം ക്വാളിറ്റി പെന്നാണ്. മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കോഫി ബ്ലെൻഡർ അല്ലെങ്കിൽ സാധാരണ പോപ്സിക്കിൾ സ്റ്റിക്കായാലും മതി. ബേബി വൈപ്സ് അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂ. ഇത് ആൽക്കഹോൾ ബേസ്ഡ് ആയിരിക്കണം. ഒരു കിച്ചൺ വെയിങ് സ്കെയിൽ. മണ്ഡല കോസ്റ്ററിന് വേണ്ടിയുള്ള സിലിക്കൺ മോൾഡാണിത്. അവസാനമായി വേണ്ടത് റെസിനാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പ്രൈം ആർട്ടിസ്ട്രിയുടെ ക്ലിയർ റെസിനാണ്. ഇത് 2:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് വേണ്ടത് 2 പോർഷൻ റെസിനും 1 പോർഷൻ ഹാർഡ്നറുമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ബൈ വെയിറ്റ് ആണ് മെഷർ ചെയ്യുന്നത്, അപ്പം വോളിയമായിട്ടല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ സ്കെയിലിൽ ഒരു 80 ഗ്രാം റെസിനും 40 ഗ്രാം ഹാർഡ്നറും മെഷർ ചെയ്തെടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റി ഒരു 2 കോസ്റ്ററിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലെൻഡർ ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമുക്ക് സാധാരണ വുഡൻ സ്റ്റിക്കായാലും മതി. ഏതായിരുന്നാലും നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒരു 20 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വാമായി കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ബ്ലെൻഡർ ആയിരുന്നാലും സ്റ്റിക്കായിരുന്നാലും അത് ഈ ബേബി വൈപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് തുടച്ച് മാറ്റുക, അല്ലെങ്കിൽ അത് അതിലിരുന്ന് കട്ടി പിടിക്കും. അതുപോലെ തന്നെ ബേബി വൈപ്പ് ഉപയോഗിച്ച് നമ്മുടെ മോൾഡ് ഒന്ന് തുടച്ചെടുക്കാം. ഇതിൽ 2 ഗുണം. ഒന്ന്, അതിലുള്ള ഡസ്റ്റും പൊടിയും കാര്യങ്ങളെല്ലാം നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റും. രണ്ടാമതായിട്ട് ഇതിലുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ് കാരണം ഈ താഴത്തെ ലെയറിൽ അടിഭാഗത്ത് ബബിൾസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇനിയാണ് നമ്മുടെ കരവിരുത് തെളിയിക്കേണ്ട സമയം. അപ്പോൾ നമ്മുടെ മെറ്റാലിക് ഗോൾഡ് പെൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. കുറച്ചധികം ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇത്തിരി സമയം മെനക്കെട്ടാലും കുഴപ്പമില്ല. ഇത് പതുക്കെ സാവധാനം ചെയ്യാം. ഈ ഗ്യാപ്പിലപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഈ റെസിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു തുറസായ സ്ഥലത്ത് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. കാരണം ഇതിൽ അത്യാവശ്യം ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന നേരത്ത് ഒരിക്കലും ഇത് ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഗ്യാസൊക്കെ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഈ മാസ്ക് വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോസ്റ്ററിലെ ഹൈലൈറ്റിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പിന്നെ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ഇടയ്ക്കൊന്ന് പാളി പോകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്യാപ്പിലൊക്കെ ചിലപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ആകും. അപ്പോൾ നമ്മൾ ഈ വേണ്ടാത്ത ഹൈലൈറ്റൊക്കെ നമുക്കത് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ കോട്ടൺ ബഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് റിമൂവർ അല്ലെങ്കിൽ സ്പിരിറ്റ് ആൽക്കഹോൾ, റബ്ബിംഗ് ആൽക്കഹോളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ മുക്കിയിട്ട് പതുക്കെ അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ തുടച്ച് നീക്കാവുന്നതാണ്. കറക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ആ ഹൈലൈറ്റിങ്ങൊക്കെ നല്ലതായിട്ടൊന്ന് വൃത്തിയായിട്ട് റീടച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഈ കോസ്റ്ററിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലിറ്റർ ആഡ് ചെയ്യണം. ഞാൻ ഈ ഗ്ലിറ്ററിൻ്റെ കാര്യം ഐറ്റംസ് ലിസ്റ്റിൽ പറയാൻ വിട്ടുപോയിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രോജക്റ്റിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകളെല്ലാം തന്നെ ഓൺലൈനിൽ മേടിച്ചതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് മാത്രം റെസിൻ ഒരു പേപ്പർ കപ്പിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി ഗ്ലിറ്റർ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സെൻറ്ററിലേക്ക് അതൊന്ന് പ്ലേസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റെസിനിൽ നിന്ന് ഒരു 1/4 കപ്പ് റെസിൻ എടുക്കുക. അതിലേക്ക് ഒരു നുള്ള് മൈക്ക പൗഡർ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കിയ ശേഷം അത് കോസ്റ്ററിലേക്ക് പരത്തി ഒഴിക്കുക. റെസിൻ ആക്ടിവിറ്റിയിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ബബിൾസ് ആണ്. അപ്പോൾ ഈ ബബിൾസിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ കയ്യിലുള്ള ഫ്ലെയിം ഗൺ.
വളരെയധികം ശ്രദ്ധിച്ച് വേണം ഫ്ലെയിം ടോർച്ച് ഉപയോഗിക്കാനായിട്ട്. തീരെ അടുത്ത് കഴിഞ്ഞാൽ റെസിൻ കത്തിപ്പോകും, അല്ലെങ്കിൽ സിലിക്കൺ മോൾഡും കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് വൃത്താകൃതിയിൽ വേണം ഫ്ലെയിം ടോർച്ച് ചലിപ്പിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ബബിൾസ് എല്ലാം മാറിയതായിട്ട് കാണാം. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഉപകരിക്കണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ നല്ല വശം മാത്രമല്ല, എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള റെസിൻ ഞാൻ ആദ്യമേ തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നോർമലി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ റെസിൻ ചൂടാവുകയും പിന്നെ അത് സാവകാശം കട്ടി പിടിക്കാൻ തുടങ്ങുകയും ചെയ്യും. എനിക്ക് പറ്റിയ അബദ്ധം എന്തെന്ന് വെച്ചാൽ, ആദ്യത്തെ കോസ്റ്ററിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ കോസ്റ്ററിൽ ഹൈലൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഹൈലൈറ്റിംഗ് ഏകദേശം 20-25 മിനിറ്റോളം വീണ്ടും എടുത്തു. അപ്പോഴത്തേക്കും എൻ്റെ ബാക്കി വെച്ചിരുന്ന റെസിൻ കട്ടിയായി തുടങ്ങി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് റെസിൻ ഈ കോസ്റ്ററിലേക്ക് സ്പ്രെഡ് ചെയ്തത്. നോർമലി റെസിൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ലെവലിംഗ് പ്രോപ്പർട്ടി ഉള്ളൊരു വസ്തുവാണ്. അത് ചരിവല്ലാത്ത ഒരു പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലെവൽ ചെയ്യും. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, റെസിനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ലെവൽഡ് സർഫസിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. രണ്ടാമത്തത് അതിൻ്റെ ക്യൂറിങ് ടൈമാണ്. റെസിൻ മിക്സാക്കിയതിന് ശേഷം ഏകദേശം നമുക്കൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ അത് കട്ടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം ഒരു 40-45 മിനിറ്റ്സേ നമുക്ക് വർക്കിംഗ് ടൈം കിട്ടത്തുള്ളൂ. എന്തായാലും ഞാൻ ഇതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഇത് ഞാൻ ഒരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്യുന്ന പ്രോജക്റ്റ് അല്ല, ഇത് സ്വന്തം പേഴ്സണൽ യൂസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം അതിനങ്ങ് മാറ്റി വയ്ക്കുകയാണ്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അടുത്ത 2 കോസ്റ്ററിലും ഈ പറഞ്ഞ അബദ്ധങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ ഗോൾഡ് പെൻ വെച്ചുള്ള ഹൈലൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ റെസിൻ മിക്സ് ചെയ്തത്. ഇനിയുള്ള പ്രൊസീജിയർ സെയിം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, അത് ഫാസ്റ്റ് ഫോർവേഡ് ആക്കി വിടുകയാണ്. രണ്ട് കോസ്റ്ററിൻ്റെയും സെൻറ്ററിലായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗ്ലിറ്റർ ആഡ് ചെയ്തു. ഇത്തവണ 2 കോസ്റ്ററിലും ഗോൾഡ് ഹൈലൈറ്റിംഗ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റെസിൻ മിക്സ് ചെയ്തത്. 2 സെപ്പറേറ്റ് കപ്പുകളിലായിട്ടാണ് ഞാൻ ഇത്തവണ പിഗ്മെൻ്റ് ആഡ് ചെയ്യുന്നത്. അതൊരു റിസ്കി ഫാക്ടറാണ്. കാരണം കളറിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കൃത്യ അളവിൽ പിഗ്മെൻ്റ് ഇട്ടില്ലെങ്കിൽ മാറിപ്പോകും. അപ്പോൾ ചിലപ്പോൾ ഒത്തിരി ഡാർക്കർ കളർ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആദ്യത്തെ കോസ്റ്ററിൽ റെസിൻ മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് ഒരു ക്ലിയർ ട്രാൻസ്പാരൻറ്റ് റെസിൻ ഒഴിക്കാം. ഫ്ലെയിം ടോർച്ച് ഉപയോഗിച്ച് നമുക്ക് ബബിൾസ് എല്ലാം മാറ്റാം. 1-2 ഇടത്ത് ആഴത്തിൽ കുറച്ച് ബബിൾസ് കണ്ടു. അപ്പോൾ ഞാൻ ഈ ബബിൾസ് മാറ്റുന്നതിനിടയ്ക്ക് എൻ്റെ റെസിൻ ചെറുതായിട്ടൊന്ന് കത്തിപ്പിടിച്ചു. ആഴത്തിലുള്ള കുമിള പൊട്ടിക്കാനായിട്ട് ഒരേ സ്ഥലത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവിടെ റെസിൻ ബേൺ ആയത്. ഫ്ലെയിം ടോർച്ച് ഇത്തിരി അകലത്തിൽ പിടിച്ചതുകൊണ്ടാണ് അധികം ഡാമേജ് ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ സാധാരണമാണ്. അഥവാ നിങ്ങൾക്ക് ഫ്ലെയിം ടോർച്ച് ഉപയോഗിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പ്രോഡക്റ്റ് മെൻഷൻ ചെയ്യാം. അത് ഹീറ്റ് ഗണ്ണാണ്. ഇത് സൈഡിൽ പിക്ചർ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. ഇനി നമുക്ക് കാഷ്വാലിറ്റിയിലുള്ള നമ്മുടെ കോസ്റ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ചില ഭാഗത്തൊക്കെ ഇത്തിരി ട്രാൻസ്പാരൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം. ബ്ലൂ പിഗ്മെൻറ്റ് മിക്സ് ചെയ്ത് ഞാൻ റെസിൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുകയാണ്. കളർ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം ഇത്തിരി ഒന്ന് കൂട്ടിയതാണ്. കാരണം ചിലയിടത്തൊക്കെ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് അതെങ്ങനെയാവാൻ നോക്കാം. ഏകദേശം ഒരു 3 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച 2 കോസ്റ്ററിൽ ഇനിയിപ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ലെയർ ഒഴിക്കേണ്ട സമയമായി. ഈ ട്രാൻസ്പാരൻ്റ് കോട്ടിംഗ് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 അതിൻ്റെ തിക്നെസ് കൂടും, 2 അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് മാറുകയും പിന്നെ ഒരു ഷൈനി ഗ്ലോസ് എഫക്റ്റ് കൊണ്ടുവരികയും ചെയ്യും. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കോസ്റ്റർ റിവീലിങ്ങിൻ്റെ സമയമായി. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊമെൻറ്റ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. നോക്കട്ടെ എങ്ങനെയാണെന്ന്. ആഹാ, അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നന്നായിട്ടുണ്ട്. അധികം റെസിഡ്യൂ ഒന്നും ബാക്കിയില്ല. ആ ഗോൾഡ് കളറൊക്കെ ആ സിലിക്കണിൽ നിന്ന് വിട്ടുമാറി നമ്മുടെ കോസ്റ്ററിലേക്ക് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ലെയർ ട്രാൻസ്പാരൻ്റ് കോട്ടിംഗ് കൂടെ വേണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം എന്തെങ്കിലും ഡസ്റ്റോ
പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോകാനായിട്ട് ബേബി വൈപ്സ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ ഗ്ലൗസ് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. കാരണം റെസിൻ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആകാനായിട്ട് 72 മണിക്കൂറോളം എടുക്കാറുണ്ട്. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കൈയിൻ്റെ പാടുകളും അല്ലെങ്കിൽ നഖം കൊണ്ടുള്ള ക്ഷതങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രോജക്റ്റ് ഇല്ലാണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് ഡയറക്റ്റ് സ്കിൻ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ടോപ്പ് കോട്ടിങ്ങിനായിട്ട് അധികമൊന്നും വേണ്ട, ഒരു 25 ml അത്രയ്ക്കുള്ള ഒരു റെസിൻ്റെ ആവശ്യമുള്ളൂ. അത് ജസ്റ്റ് ടോപ്പ് കോട്ടിംഗ് ആയിട്ട് ഇടുക. എന്നിട്ട് പതുക്കെ അതിൻ്റെ എഡ്ജസിലോട്ട് സ്പ്രെഡ് ചെയ്യുക. വീണ്ടും ഒരു 24 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോസ്റ്റർ കാണാനിരിക്കുന്നത്. നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. കൂടാതെ തന്നെ ആ ഒരു ട്രാൻസ്പാരൻറ്റ് ലെയർ ആ ഗോൾഡ് ഹൈലൈറ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ബാക്കിയുള്ള കോസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരാളെ മാറ്റി നിർത്തി ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അയാളെ നമുക്ക് ആദ്യം നോക്കാം. ചിലയിടത്തൊക്കെ ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൗസ് ഇടാഞ്ഞിട്ട് കൈൻ്റെ പാടൊക്കെ പതിയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സിൽക്കൺ മോൾഡിൻ്റെ ഗ്യാപ്പിലൂടെ റെസിൻ താഴേക്ക് ഇറങ്ങി അടിയിലൊക്കെ ആകെ സ്പ്രെഡായിരിക്കുകയാണ്. കുഴപ്പമില്ല, അതൊന്ന് ലെവലായിട്ടേ ഉള്ളൂ. നമുക്കത് ഒന്ന് ഹൈലൈറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബാക്കി 2 കോസ്റ്റേഴ്സും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലിനി ആ ട്രാൻസ്പാരൻ്റ് കോട്ടിങ് കൂടെ ചെയ്യാനേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 കോസ്റ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഒന്നിൽ ട്രാൻസ്പാരൻ്റ് കോട്ടിംഗ് ഉണ്ട്, മറ്റേതിൽ ട്രാൻസ്പാരൻ്റ് കോട്ടിംഗ് ഇല്ല. നല്ല ഒരു അജഗജാന്തരം വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സ്. നമ്മുടെ കാഷ്വാലിറ്റി കോസ്റ്ററിനെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കോണ്ടന്റിന് വേണ്ടിയിട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. സ്റ്റേ സേഫ്.